ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും എന്തെടുക്കുകയാണ്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് പരിപാടി? എല്ലാവരും വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡയറീസ് എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഫുൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. ഇന്നലെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് പേര് പോസിറ്റീവ് കമൻസ് ഇട്ടു. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡ്രസ്സിങ്ങിൽ സാരി ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്ക് കമൻസ് വായിച്ചപ്പോൾ മനസ്സിലായി. കുറേ പേര് അഡ്വൈസ് തന്നിട്ടുണ്ടായിരുന്നു, സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ സാരി ഡ്രസ്സിൽ കൂടുതലായിട്ടുള്ള വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സാരി എന്ന പിക്കിൽ തന്നെ നമ്മൾ കൂടുതലായിട്ട് വീഡിയോസ് ഇനി ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പൊളിക്കാം. അപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡയറീസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ബെല്ലൈക്കൺ എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ലെഫ്റ്റ് ഓർ റൈറ്റ്. ഓക്കെ, അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടും. ചിലർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, പക്ഷേ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുന്നുണ്ട്, പക്ഷേ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ഒന്നും അവർക്ക് കിട്ടുന്നില്ല. ചില വീഡിയോസ് മിസ്സാവുന്നു എന്നൊക്കെ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് എല്ലാ വീഡിയോസിനകത്തും ഞാനിത് പറയുന്നത്. അറിയാൻ വയ്യാത്ത ആളുകൾ, ന്യൂ ആയിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും നമ്മുടെ ചാനൽ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ എല്ലാ വീഡിയോസും കാണുക. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. കുറേ പേർക്ക് എൻ്റെ വീഡിയോസിൽ അഡ്വൈസ് തരാനുണ്ടാവും, സജസ്റ്റ് ചെയ്യാനുണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡയറീസ് എന്ന പേജിൽ പോയിട്ട് പേജ് ഫോളോ ചെയ്യുക. നമ്മുടെ പേജിൻ്റെ മെസ്സഞ്ചറിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ പ്രൈവറ്റായിട്ട് എനിക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അതിൽ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അഡ്വൈസോ സജസ്റ്റോ എല്ലാം എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ പറയുക. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു എക്സൈറ്റ്മെന്റ് ആണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നമ്മളെല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ബോയ്സ് എപ്പോഴും ആഗ്രഹിക്കുന്ന കുറച്ച് വീഡിയോസ് ആണ്. എന്ന് വെച്ചാൽ ബോയ്സിന് പലപ്പോഴും സംശയമാണ്. ഇപ്പോൾ ഒരു ലവേഴ്സിൻ്റെ അടുത്ത് എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, അത് കുറേ പേര് എനിക്ക് മെസ്സഞ്ചറിൽ ഒരുപോലെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ലവേഴ്സിൻ്റെ അടുത്ത് പെരുമാറേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലവേഴ്സിനെ എപ്പോഴും നമ്മൾ ലവ് ബ്രേക്കപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചേച്ചി ചെയ്യേണ്ടത്, അങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പം ഞാൻ എൻ്റെ മാത്രം ഒരു കൺസെപ്റ്റാണ് പറയുന്നത്. അപ്പം പലർക്കും പല ഒരു രീതികളായിരിക്കും, എങ്കിലും നിങ്ങൾ എൻ്റെ ഒരു രീതി വെച്ചിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ലവറിൻ്റെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കുമ്പോഴും അതുപോലെ ബിഹേവ് ചെയ്യുന്ന സമയത്തും അതുപോലെ നമ്മൾ ഡയറക്റ്റായിട്ട് മുട്ടുന്ന സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ്, നിങ്ങളൊരു ഫേസ്ബുക്കിൽ കൂടെ, ഇപ്പോൾ കൂടുതലായിട്ടും സോഷ്യൽ മീഡിയകളിലൂടെ, സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ കൂടെയാണല്ലോ കൂടുതലായിട്ടും ആളുകൾ ലവ് ഓഫേഴ്സ് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി, ഇപ്പോൾ ഒരു ഫേസ്ബുക്കിൽ കൂടി ഒരു പ്രൊഫൈൽ നിങ്ങൾ കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ബോയ് ലേഡീസിൻ്റെ പ്രൊഫൈൽ കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പം ഒരു ലേഡിയുടെ പ്രൊഫൈലിനകത്ത് നിങ്ങൾ മെസ്സേജ് അയക്കുന്നു. ഫസ്റ്റിലെ ഒരിക്കലും ആ ഒരു ലേഡിയെ നിങ്ങൾക്ക് നേരത്തെ നോർമലായിട്ട് തന്നെ അറിയാം. എങ്കിൽ പോലും നിങ്ങൾ ആ ലേഡിയുടെ അടുത്ത് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഒരിക്കലും എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നൊക്കെ കൂടി ഫസ്റ്റ് ടൈമിൽ ഒരിക്കലും പറയാൻ പാടില്ല. ഓൾമോസ്റ്റ് നിങ്ങളെ ശ്രദ്ധിക്കാത്തൊരു വ്യക്തിയാണ്, നിങ്ങളെ അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരൊറ്റ ചാറ്റിൽ അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യും. കാരണം ലേഡീസിന്റെ ഒരു സൈക്കോളജി അങ്ങനെയാണ്. അവരുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കേണ്ട കുറച്ച് രീതികളുണ്ട്. ഫസ്റ്റ് നിങ്ങൾ അവരുടെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് കൂടുക. ഫ്രണ്ട്ഷിപ്പ് കൂടി പതുക്കെ അവരുടെ ആറ്റിറ്റ്യൂഡ് അറിയുക. അതിനുശേഷം അവർക്ക് അഫേഴ്സ് ഉണ്ടോ എന്ന് അറിയുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ലേഡി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ അടുത്ത് നിങ്ങളിപ്പം നിങ്ങളുടെ അഫെയർ പറയുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ അവർ കമ്മിറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പം അവരുടെ അടുത്ത് അങ്ങനെയുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർ ഓൾറെഡി കമ്മിറ്റഡ് ആണെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ ഇഷ്ടം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അവരുടെ അടുത്തൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു കാഷ്വൽ ടാഗ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ
അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ലൈനിൽ ചെല്ലുക. ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ കമ്മിറ്റഡ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തായാലും ആണെങ്കിൽ അവർ പറയും. അപ്പൊ കമ്മിറ്റഡ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ പതുക്കെ 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 ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ അവരെ അറിയിക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ഇഷ്ടം തുറന്ന് പറയുക. തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ ഓക്കെ പറയും. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും ഫ്രണ്ട്ഷിപ്പിനിടയിൽ അല്ലെങ്കിൽ ഒരു ലവ് അഫെയർസിന്റെ ഫസ്റ്റ് തുടക്കത്തിൽ നിങ്ങൾ ഒരിക്കലും ഒരു ഫിസിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇപ്പോഴത്തെ ഒരു എന്താ തലമുറയെ സംബന്ധിച്ചാണ് ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ ആഗ്രഹിച്ച് അല്ലെങ്കിൽ ആ ഒരു സംഭവം മാത്രം മനസ്സിൽ ഉദ്ദേശിച്ച് ഒരിക്കലും ഒരു ലവ് ചെയ്യാതിരിക്കുക. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഫിസിക്കൽ റിലേഷൻഷിപ്പോ ഒരു ലേഡിക്ക് ഇഷ്ടമല്ലാത്ത ചാറ്റോ അതൊന്നും ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പൊ അതും ലവിന്റെ ഒരു റിലേഷൻഷിപ്പ് ഇൻക്രീസ് ചെയ്യുന്നതിനൊരു കാരണമായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അപ്പം ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലവ് അഫേഴ്സ് എപ്പോഴും മുന്നോട്ട് ബ്രേക്കപ്പ് ആവാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസിന്റെ താല്പര്യങ്ങൾ എന്തൊക്കെയല്ല. ഇപ്പൊ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ പുറത്ത് പറഞ്ഞു, അവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കാതിരിക്കുക. അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയുക. രണ്ടു പേരുടെയും മ്യൂച്വലായിട്ടുള്ള ആഗ്രഹങ്ങൾ നോക്കിയിട്ട് അതൊക്കെ ചാറ്റിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും നിങ്ങൾ അത് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. ലേഡീസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലവ് അഫേഴ്സ് ഫെയിലിയർ ആവാതെ സക്സസ് ആയിട്ട് പോകും. ചിലരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരാളുമായിട്ട് അഫെയർ ചെയ്യുമ്പോൾ മറ്റൊരു ലേഡിയെ അവരെ കമ്പയർ ചെയ്ത, ഇപ്പൊ ഒരു ബോയ്സിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു മറ്റൊരു ലേഡി അല്ലെങ്കിൽ നമുക്കൊരു ലവറുണ്ട്, അവരുടെ അടുത്തൊരു മറ്റൊരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവരുടെ എന്താ പറയുന്നത് മേന്മകളൊക്കെ നമ്മൾ പുകഴ്ത്തി പറയാതിരിക്കുക. അപ്പൊ കമ്പയർ ചെയ്യാതിരിക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലവ് അഫെയർസിൽ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യും. നിങ്ങൾ തീർച്ചയായിട്ടും അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത സെഗ്മെന്റിൽ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നിങ്ങൾ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഞങ്ങൾ സാരി പിക്കിൽ വരുന്നതായിരിക്കും, വീഡിയോസിൽ വരുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായാൽ മാത്രം മതി. എല്ലാവർക്കും താങ്ക്സ് അലോട്ട്. അപ്പം നമ്മുടെ ചാനൽ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും കുറേ പേര് കമന്റ്സ് ഇടുന്നുണ്ട്, അവർക്ക് റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ കംപ്ലൈന്റ് ഉണ്ട്. എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാട്ടോ. എന്തായാലും എനിക്ക് ടൈം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഞാൻ അതുകൊണ്ടാണ് ഓരോ വീഡിയോയിലും എടുത്തെടുത്ത് പറയുന്നത്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, ആദ്യം തൊട്ട് അവസാനം വരെ കൂടെ നിൽക്കുന്ന എല്ലാ ചങ്ക് ഫ്രണ്ട്സിനും താങ്ക്സ് അലോട്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഗ്മെന്റിൽ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.